നെല്ലിക്കുഴി കനാൽ പാലത്ത് വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന വള്ളൂർ ആൻഡ് ബോഡി ക്രാഫ്റ്റ് ഫിറ്റ്നസ് ഹബ്ബ് 10ാം വർഷത്തേക്ക് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓപ്പൺ കേരള ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. നെല്ലിക്കുഴിയിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് വള്ളൂർ ആൻഡ് ബോഡി ക്രാഫ്റ്റ് ഫിറ്റ്നസ് ഹബ് യൂണിസെക്സ് ജിം. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഓപ്പൺ കേരള ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പും വള്ളൂർ ആൻഡ് ബോഡി ക്രാഫ്റ്റ് ഫിറ്റ്നസ് ഹബ് സംഘടിപ്പിച്ചു. റഫി KS അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ശാരീരികമായിട്ടുള്ള ഫിറ്റ്നസ് നേടുക വഴി ഒരു മാനസിക ധൈര്യം കൂടി ഏതൊരു വ്യക്തിക്ക് നൽകും. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സ്ത്രീകളടക്കം, നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ സ്ത്രീകളൊന്നും ജിമ്മിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നെല്ലിക്കുഴി തന്നെ എല്ലാ ജിമ്മിലും നമ്മുടെ ഈ പ്രദേശത്തുള്ള സ്ത്രീകളടക്കം അവരുടെ ശാരീരിക ഫിറ്റ്നസ്സിന് കൃത്യമായിട്ട് തന്നെ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് സ്ത്രീകളുടെ ഒരു പ്രത്യേകത തന്നെ അവർ ഇന്ന് നാടിനകത്തുണ്ടാകുന്ന ഏത് വിഷയങ്ങളും പെട്ടെന്ന് തന്നെ മാനസികമായിട്ടും അല്ലാത്ത അർത്ഥത്തിലും എഫക്റ്റ് ചെയ്യുന്ന ആളുകൾ സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ മാനസിക ശാരീരിക പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്നുള്ളതിൽ അവരുടെ തന്നെ ആരോഗ്യം നോക്കാതെ കുടുംബത്തിനകത്തും അവനവൻ്റെ കുടുംബ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഇത്തരത്തിലുള്ള സെൻ്ററുകളെ അവർ ആശ്രയിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ നാടിനകത്ത് നടക്കുന്നത്. നമ്മുടെ ഈ ട്രെയിനിങ് സെൻ്ററിൻ്റെ ഈ ബോഡി ക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത, കോഴിക്കോട് നടന്ന സ്റ്റേറ്റ് മത്സരത്തിൽ ഈ ബോഡി ക്രാഫ്റ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു 4ഓളം താരങ്ങൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. നമുക്ക് 10 വർഷക്കാലമായി നെല്ലിക്കുഴിക്കാരുടെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് വളരെ സുപരിചിതമായിട്ട് മുന്നേറ്റം നടത്തുന്ന ഈ സ്ഥാപനം മുന്നോട്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ. 3ാം വാർഡ് മെമ്പർ ജമാൽ, അജാസ് PA തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ചാമ്പ്യൻഷിപ്പിന് മാറ്റുകൂട്ടുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് മജീദും കോതമംഗലം ട്രാഫിക് SHO ബഷീറും തമ്മിൽ നടത്തിയ സൗഹൃദ മത്സരം കാണികളിൽ ആവേശം നിറച്ചു. നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക. നമ്മൾ ആ മിററിന്റെ മുമ്പിൽ ചെന്ന് മിറർ ടോക്ക് നടത്തുന്ന എല്ലാ മോട്ടിവേറ്ററും പറയുന്നത് ഞാൻ കൊള്ളാം. ആരാണെങ്കിലും ഇപ്പൊ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ആരാണെങ്കിൽ തന്നെ നമ്മൾ റൂമിലേക്ക് കയറി നമ്മളെ മിററിന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ കൊള്ളാം, അല്ലെങ്കിൽ മമ്മൂട്ടിയാണ്, മോഹൻലാലാണ്, കൊള്ളാം, അടിപൊളി, എനിക്ക് സൗന്ദര്യമുണ്ട്. നമ്മൾ സ്വന്തം നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുന്ന ഒരു അവസരം കൂടി. അതിനൊരു ഏറ്റവും കൂടുതൽ സമയം നോക്കുന്നതും നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നതും ആരാണ്? ഇത് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഇന്ന് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട്, ഞാനത് പറയാനല്ല, നമ്മുടെ മക്കൾ, നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ കുട്ടികളോടോ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരെയോ ഒക്കെ ഉണ്ടല്ലോ, ഏതെങ്കിലും ഇതുപോലത്തെ ഒരു സോണിലേക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. യാതൊരു സംശയ കാര്യത്തിനില്ല. ഒന്നുമില്ല ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ കളരിപ്പയറ്റോ അല്ലെങ്കിൽ ജിമ്മോ എവിടെങ്കിലും ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞയക്കണം, നമ്മൾ ബന്ധപ്പെട്ടവരെ പറഞ്ഞയക്കണം എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മെസ്സേജ് തരാനുള്ളത്. അതായത് ഉറക്കം നഷ്ടപ്പെട്ട രാവുകളും മുഷിഞ്ഞ പകലുകളുമായിട്ട് നമ്മുടെ യൗവനം ഇവിടെ ഒരു ദിനരാത്രങ്ങൾ നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മുഷിഞ്ഞ ഉറക്കം നഷ്ടപ്പെട്ട രാവുകൾ, മുഷിഞ്ഞ പകലുകൾ, ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ യൂത്ത് അല്ലെങ്കിൽ ഇന്നത്തെ പുതിയ ജനറേഷൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നെല്ലിക്കുഴി പഞ്ചായത്തിൽ ആദ്യമായി ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ച വള്ളൂർ ആൻഡ് ബോഡി ക്രാഫ്റ്റ് ഫിറ്റ്നസ് ഹബിനെ ഉദ്ഘാടന വേളയിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് അഭിനന്ദിച്ചു. കോഴിക്കോട് വെച്ച് നടന്ന 47ാമത് കേരള സ്റ്റേറ്റ് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ വള്ളൂർ ആൻഡ് ബോഡി ക്രാഫ്റ്റ് ജിം ട്രെയിനേഴ്സ് ആൻസ്ലെറ്റ് ജോസ്, ടിജു മാത്യു എന്നിവരെ കോതമംഗലം ട്രാഫിക് SHO ബഷീർ ആദരിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം നൽകി. ചാമ്പ്യൻസ് ഓഫ് ചാമ്പ്യനായി വിജയിച്ച ശിവജിത്ത് രാമചന്ദ്രന് 801 രൂപ ക്യാഷ് പ്രൈസും സമ്മാനമായി നൽകി. വള്ളൂർ ആൻഡ് ബോഡി ക്രാഫ്റ്റ് CEO സുധി VM, ട്രെയിനർമാരായ GB, ഷെനി, ടിജു, ആൻസ്ലെറ്റ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഡെസ്ക് KCV ന്യൂസ്.